നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ പാട്ടുകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ബേസിക്കലി ഞാൻ പാട്ടുകളാണ് എൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. ഇന്ന് എനിക്കൊരു വ്യത്യസ്തമായ വിഷയം പറയാം. വ്യത്യസ്തമായതല്ല, ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് ഏത് യൂട്യൂബ് ഇത് നോക്കിയാലും ഈ ജയൻ്റെ മകനെ പറ്റി ഉള്ള ടോക്കാണ് കൂടുതലും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ജയൻ പാടി അഭിനയിച്ച സിനിമയിലെ പാട്ടുകളൊക്കെ പാടി ആണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ജയനെക്കുറിച്ചുള്ള ഒരു ടോപ്പിക്ക് തന്നെ ഇടാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ ഈ ജയൻ്റെ മകൻ എന്ന് പറഞ്ഞ് മുരളി ജയൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ജയൻ്റെ മകനാണെന്ന് അദ്ദേഹം പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷേ ലോകമല്ല, മലയാളികൾക്കെന്തോ അത് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ട്. ഞാനൊക്കെ ജയൻ്റെ കാലത്ത്, അതായത് 45 വർഷം മുമ്പ് ജയൻ്റെ വലിയ ആരാധികയായിരുന്നു. അപ്പോൾ ജയൻ എങ്ങനെ കാണാൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് എൻ്റെയൊക്കെ ടീനേജ് ആയിരുന്നു. എനിക്കന്ന് 10-13 വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞങ്ങൾക്കൊക്കെ ഭയങ്കര അഡ്മിറേഷനായിരുന്നു ജയനോട്. അപ്പോൾ അദ്ദേഹം എങ്ങനെ എന്നുള്ളത് ഇപ്പോഴും മനസ്സിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ രൂപം നന്നായി തെളിഞ്ഞു നിൽക്കാറുണ്ട്. ഈ പറയുന്ന വ്യക്തിക്ക് ജയനുമായി വളരെ സാമ്യമുണ്ട്, വളരെ സാമ്യമുണ്ട്. എന്നാലും ആ മനുഷ്യനെ താഴ്ത്തി കാണിച്ച്, ഇടിച്ച് താഴ്ത്തി മഹാമോശം കമൻറ്റുകളൊക്കെ ഇട്ടിട്ട് ഒരു മനുഷ്യനോട് എങ്ങനെ ഇത്ര ക്രൂരത കാണിക്കാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആ മനുഷ്യൻ്റെ അമ്മ പറഞ്ഞു, ഇതൊക്കെ ഉണ്ടായ കാര്യങ്ങൾ തന്നെയാണ്. ജയൻ്റെ വീട്ടിൽ, ജയൻ നേവിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് ജയൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന സ്ത്രീ, അവരൊക്കെ ജയൻ നാട്ടിൽ വരുമ്പോൾ ഉണ്ടായ ഒരു ബന്ധത്തിൽ ഉണ്ടായ മകനാണ്. അന്ന് ജയൻ സിനിമയിൽ പോലും വന്നിട്ടില്ല. പക്ഷേ ആ മകൻ്റെ ജനനം കഴിഞ്ഞ് തൊട്ട് ജയൻ ചെറിയ വേഷങ്ങളെല്ലാം കിട്ടി ജയൻ വളരെ പോപ്പുലറായി. അതോടുകൂടി ജയന് ബന്ധുക്കളും ആരും അന്വേഷിച്ച് വരാനൊന്നും ഇല്ലാതിരുന്ന ജയൻ, അതങ്ങനെയാണല്ലോ, കാശും പ്രതാപമൊക്കെ വരുമ്പോൾ എല്ലാവരും അന്വേഷിച്ച് വരും. പിന്നെ ആ സ്ത്രീനെ അവിടുന്ന് എല്ലാവരും കൂടി അവിടുന്ന് ആട്ടി ഓടിച്ചു. അല്ലെങ്കിൽ മുരളി പറയുന്ന പോലെ ആ സ്ത്രീ അഭിമാനബോധം കാരണം അവിടുന്ന് ഈ മകനെയും കൊണ്ട് ഇറങ്ങി. അങ്ങനെയാണ്. പക്ഷേ ആ മനുഷ്യന് ഇപ്പോഴും ആ സ്വന്തം അച്ഛൻ്റെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി പൊരുതാൻ തുടങ്ങിയത് 2002 മറ്റോ ആണ്. പക്ഷേ ആ മനുഷ്യന് അച്ഛനേ ഇല്ല എന്ന് കേൾക്കാനാണ് ഈ മലയാളികൾക്ക് ആഗ്രഹമായി. ജയൻ എങ്ങനെ മകനുണ്ടാവും? ജയൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, കല്യാണം കഴിക്കാതെ മകനുണ്ടാവും എന്നുള്ള സത്യം ഇവർക്കൊന്നും അവരുടെ ബുദ്ധിയിൽ ഉദിക്കുന്നില്ല എന്ന് തോന്നുന്നു നമുക്ക്. പിന്നെ വലിയ സിനിമയിലുള്ളവർ തന്നെ കുറേ പേരുണ്ട്. ശ്രീകുമാരൻ തമ്പി, അതുപോലെ സീമ, അവരെയൊക്കെ ഈ മനുഷ്യൻ സമീപിച്ചു. അപ്പോൾ അവരൊക്കെ ഈ മനുഷ്യനെ ആട്ടി ഓടിക്കുകയും ചെയ്തു. അവരും വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കറിയില്ല ജയൻ്റെ വീട്ടിൽ എന്ത് നടക്കണമെന്ന്. അവർക്ക് എങ്ങനെ അറിയും? മാത്രമല്ല, ഇങ്ങനെ ഒരു സംഭവം ജയൻ പാടി നടക്കാൻ പോകുന്നുണ്ടോ? ജയൻ എനിക്ക് ഇങ്ങനെ ഒരു ബന്ധത്തിലൊരു വീട്ടിലെ ജോലിക്കാരിയോ അല്ലെങ്കിൽ ഏത് രീതിയിൽ നിൽക്കുന്ന സ്ത്രീ ആണെങ്കിലും എനിക്കിങ്ങനെ ഒരു അവിശുദ്ധ ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ടെന്ന് സിനിമയിൽ കയറി വരുന്ന കാലത്ത് തന്നെ പറഞ്ഞ് തനിക്ക് കിട്ടുന്ന ചാൻസസും ആളുകളുടെ ആ ഒരു ഇത് ഒക്കെ ഇല്ലാണ്ടാക്കാൻ നോക്കുമോ? ആരാണെങ്കിലും നോക്കുമോ? എല്ലാം മറച്ചു വയ്ക്കാനല്ലേ എല്ലാവരും നോക്കുള്ളൂ. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അത് ജയൻ്റെ മകനല്ല. ഇങ്ങനെയാണ് എല്ലാവരും സ്ഥാപിക്കാൻ നോക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും ചായയെപ്പറ്റി, ജയൻ എവിടെ കിടക്കുന്നു, നീ എവിടെ കിടക്കുന്നു, അങ്ങനെയും പറയുന്നുണ്ട്. ജയനെ 40-ാം വയസ്സ് വരെ ആളുകൾ കണ്ടിട്ടുള്ളൂ. ജയൻ വളരെ ബോഡി ബിൽഡിങ്ങും അങ്ങനെയൊക്കെ നേവിയിലൊക്കെ ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നെ ഈ വിഗൊക്കെ വെച്ചാണ് സിനിമയിൽ അതിൻ്റെ മേക്കപ്പ്, മൊത്ത ശരീരം, അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനാണ്. ആ വ്യക്തിയെ വെച്ചിട്ട് ഈ മനുഷ്യൻ 3-ാം ക്ലാസ് തൊട്ടിട്ട് കൂലിപ്പണിക്ക് 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സൈക്കിൾ കടയിൽ ജോലിക്ക് നിന്ന് എല്ലാ വക
തെരു എല്ലാ എന്താ പറയുക, എല്ലാ ജോലിക്കും അതിൻ്റെ മാന്യതയുണ്ട്. എന്നാലും എല്ലാ ചെറുകിട പണിക്കും ചെയ്താണ് ആ മനുഷ്യൻ ആ അമ്മയെ പോറ്റിയിരുന്നത്. അപ്പോൾ പിന്നെന്താ, ജയൻ്റെ മകനായിട്ട് നിൻ്റെ രൂപം എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത്? ആ മനുഷ്യനിപ്പോൾ 55 വയസ്സായി എന്ന് ഓർക്കണം. പിന്നെ കുറേ ബോഡി ബിൽഡിങ്ങും ഇതൊന്നും ചെയ്യാനുള്ള അവസ്ഥയിലല്ലായിരുന്നു ആ മനുഷ്യൻ. ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ മനുഷ്യനാണ്, വെറും ദാരിദ്ര്യത്തിൽ കഴിയുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യനെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ക്രൂരമാണ് വാസ്തവത്തിൽ. ഇപ്പോൾ എല്ലാവരും സ്വന്തം അച്ഛന്മാരെ പോലെ തന്നെയാണോ ഇരിക്കുന്നത്? ഇപ്പോൾ പ്രേം നസീറിൻ്റെ മകൻ ഷാനവാസ്, ഷാനവാസിനേക്കാൾ പൊക്കമൊക്കെ ഉണ്ട് പ്രേം നസീറിന്. ആ സൗന്ദര്യം, പ്രേം നസീറിൻ്റെ സൗന്ദര്യം ഷാനവാസിനുണ്ടായിരുന്നു. അങ്ങനെ എത്ര നടന്മാരുടെ മക്കൾ. പക്ഷെ ഇയാളൊരു പാവപ്പെട്ട മനുഷ്യനായതുകൊണ്ട് എല്ലാവർക്കും ഇയാളുടെ മേലെ കുതിര കയറാം. എന്തായാലും ഈ ചെയ്യുന്നത് വളരെ ക്രൂരതയാണ് ആ ഒരു മനുഷ്യനോട്. ഇനി ആളുകൾക്ക് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മിണ്ടാതിരിക്കാം. പക്ഷേ സ്വന്തം അച്ഛനെ പറ്റി അച്ഛനില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ആക്ഷേപിക്കുന്നത് വളരെ തെറ്റാണ്.